ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ മറ്റൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ സിലബസിൻ്റെ പഠനം ഉള്ളത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ഈ കോഴ്സിനെ കുറിച്ച്, സിലബസിനെ കുറിച്ച്, എക്സാമിനെ കുറിച്ച്, പിന്നെ ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ആ ചോദ്യങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇന്നിങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. സോ ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, എൻ്റെ പേര് CV ഖലീൽ റഹ്മാൻ. ഞാൻ MSc സൈക്കോളജിസ്റ്റാണ്, പ്ലസ് ഇസ്ലാമിക് സൈക്കോളജി കൂടി പഠിച്ച ഒരു വ്യക്തിയാണ്. പൊന്നാനിയിലാണ് സ്ഥാപനം. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് പൊന്നാനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ദിശ സ്കൂൾ ഓഫ് കൗൺസിലിംഗ്. ഇവിടെ 3 കോഴ്സുകളാണ് നടക്കുന്നത്. ഒന്ന് 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, 2 ഇസ്ലാമിക് സൈക്കോളജി ബേസിക്സ്, അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇസ്ലാമിക് സൈക്കോളജി ബ്രീഫായിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റൈലിലുള്ള ഒരു ക്ലാസ്. നിങ്ങൾക്കിത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് ഡിഫിക്കൽട്ടി, ഈ 3 കോഴ്സുകളാണ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓട്ടോണമസ് ബോഡി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ഇഗ്നെറ്റുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് എക്സാം എഴുതുകയാണ് എങ്കിൽ, എക്സാം എഴുതൽ നിർബന്ധമൊന്നുമില്ല, എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ 4 ബാച്ചുകൾ കഴിഞ്ഞ് 5ാമത്തെ ബാച്ചാണിത്. അപ്പോൾ 5ാമത്തെ ബാച്ചിന് ഇതിപ്പോൾ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നിലവിലുള്ള ഈ ഓഫീസ് കുറേ കൂടി വലിയ ഒരു പിന്നെ സ്ഥല സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് മാറുന്നു എന്ന ഒരു സന്തോഷം പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ പിന്നെ റമദാൻ കൂടിയാണല്ലോ, അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് ഫ്രീ ആയിട്ട്. കഴിഞ്ഞ ആദ്യ ബാച്ച് 2500 റുപ്പീസിനാണ് പഠിച്ചത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി കണ്ടൻറ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 3500 ആക്കി. അതാണ് നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് രജിസ്ട്രേഷൻ ഫീസിൽ മാത്രമായിട്ട് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നാലും എല്ലാവരെയും ഈ കോഴ്സിലേക്കും ഈ സ്ഥാപനത്തിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്യണം. നമ്മൾ ഒരു ടീമായി, ഒരു കുടുംബമായിട്ടാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തർക്കും സമയം നൽകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ സമയപരിമിതി മൂലം നിങ്ങളും ഓരോരുത്തർ തിരക്കിലായിരിക്കും. ബഷീർ ഭായ് ഒക്കെ ഡ്രൈവിങ്ങിലാണെന്ന് തോന്നുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഡ്രൈവിങ്ങിലാണോ അതോ പിന്നെ നിർത്തിയിട്ടിരിക്കുകയാണോ? വോയിസ് മ്യൂട്ടാണ്, അതുകൊണ്ട് ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത്രയും ഓക്കെ, ഫൈൻ, ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ആദ്യം ഇസ്ലാമിക് സൈക്കോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇതിൽ വളരെ പുതുതായിട്ട് നമ്മളൊന്നും പഠിക്കില്ല. വളരെ പുതുതായിട്ട് നമ്മളൊന്നും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും എന്ത് പറയുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഓക്കെ. അപ്പോൾ നോർമൽ സൈക്കോളജി പഠിപ്പിക്കുന്ന സമയത്ത് കൗൺസിലിംഗ് സ്റ്റേജുകളെ 5 ഭാഗങ്ങളായിട്ട് തിരിക്കും. അറ്റൻഡിങ്, റെസ്പോണ്ടിങ്, പേഴ്സണലൈസിങ്, ഇനീഷ്യേറ്റിംഗ് ഓർ ഗോൾ സെറ്റിംഗ്, ടെർമിനൽ ഓർ റഫറൽ, ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ട് വേർതിരിക്കും. ഈ ഓരോ അറ്റൻഡിങ്ങിനകത്തും വ്യത്യസ്ത ബ്രാഞ്ചസ് ഉണ്ട്, റെസ്പോണ്ടിങ്ങിനകത്ത് വ്യത്യസ്ത ബ്രാഞ്ചസ് ഉണ്ട്, ഇനീഷ്യേറ്റിങ്ങിനകത്ത്, പേഴ്സണലൈസിങ്ങിനകത്തൊക്കെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ, അത് 36 ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഇതിനെ നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറ, നഫ്സുൽ മുത്മഇന്ന, ഈ 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്നുള്ളത് കൊണ്ടാണ് ഈ 3 പോയിൻറ്റുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിയ ഡീപ്പായിട്ടുള്ളൊരു വിശദീകരണത്തിലേക്ക് ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഓരോന്നിനും പരിശുദ്ധ ഖുർആനിൽ അതിൻ്റേതായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. നഫ്സുൽ ലവ്വാമക്ക് അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്, അതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ നഫ്സുൽ അമ്മാറക്ക് അതിൻ്റെ വിശദീകരണങ്ങളും ഉദാഹരണങ്ങളുമുണ്ട്. നഫ്സുൽ ലവ്വാമക്കും നഫ്സുൽ മുത്മഇന്നക്കും അതിൻ്റെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളും എമ്പാടും നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ വളരെ എന്താ പറയുക, തിന്മയിലേക്ക് നിരന്തരമായിട്ട് ഒരു മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന മനസ്സ് എന്ന നിലക്കാണ് നഫ്സുൽ അമ്മാറയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നഫ്സുൽ അമ്മാറയെ, അതിപ്പോൾ യൂസുഫ് നബിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യൂസുഫ് നബിയുടെയും അതുപോലെ തന്നെ
പിന്നെ സുലൈഖ ബീവിയുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമാണത്. അപ്പോൾ സുലൈഖ ബീവി ആ ഒരു തെറ്റ് സംഭവിച്ച് അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മനസ്സിനെ നഫ്സുൽ അമ്മാറ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു അന്ന്, ആ സമയത്ത് ഞാനെന്ന് സുലൈഖ ബീവി പറയുന്നുണ്ട്. യൂസുഫ് നബി ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും പുറത്തു വരുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും, നമ്മുടെ മനസ്സ് എന്നുള്ളത് ഞാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളിലും നിങ്ങളുടെ പിന്നെ സറൗണ്ടിങ്സിലുള്ളവരിലും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുന്നതിനാണ് സ്വാഭാവികമായിട്ടും അവരുടെ മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നഫ്സുൽ അമ്മാറ എന്ന് പറയുന്ന മനസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് നമ്മൾ നഫ്സുൽ ലവ്വാമയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. നഫ്സുൽ ലവ്വാമക്ക് പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായ ഒരു വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണത്. അദ്ദേഹം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത സമയത്ത് നാളെ പോവാം, മറ്റന്നാൾ പോവാം, 1 മണിക്കൂറും കൂടി കഴിയട്ടെ, 2 മണിക്കൂറും കൂടി കഴിയട്ടെ, അങ്ങനെ കഴിഞ്ഞ് റസൂലും എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇദ്ദേഹം പിറ്റേ ദിവസം മദീനയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് 2 കൂട്ടരാണ് അവിടെ കാണാനുള്ളത്. അതിൽ ഒരു കൂട്ടർ കപടവിശ്വാസികളാണ്, മറ്റൊരു കൂട്ടർ പിന്നെ വൃദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അസുഖബാധിതരായിട്ടുള്ളവരാണ്. അപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു, ഞാൻ ഇത്ര വലിയ വിശ്വാസം. അവിടെ പിന്നെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശ്വാസിയായ എനിക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു. ഒരു പക്ഷേ ഈ പിന്നെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സമയത്ത് ഒരു മനസ്സായിരിക്കാം ഒട്ടുമിക്ക മുസ്ലിങ്ങൾക്കും ഉള്ളത്. ചെയ്യണമെന്നുണ്ട്, പ്രവർത്തിക്കണമെന്നുണ്ട്, പക്ഷേ മാനസികമായിട്ടുള്ള ഒരു പിന്നോട്ട് വലിച്ചിൽ. ഇതിനെ പരിശുദ്ധ ഖുർആൻ ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് കളങ്കരഹിതമായ മനസ്സിൽ നിന്ന് തൊട്ട് മേലെയുള്ള സ്റ്റെപ്പിനെയാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്റ്റേജിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചത് അതാണ് നഫ്സുൽ മുത്മഇന്ന. അപ്പോൾ നഫ്സുൽ അമ്മാറ നമ്മൾ പറഞ്ഞു, റെസ്റ്റ്ലെസ് കമാൻഡിങ് സോളാണ്. അതേപോലെ തന്നെ നഫ്സുൽ ലവ്വാമ നമ്മൾ പറഞ്ഞു, പുറത്ത് കടക്കാൻ. പിന്നെ നഫ്സുൽ മുത്മഇന്നയിലേക്കാണ് എത്തുന്നത്. നഫ്സുൽ മുത്മഇന്നക്കും പരിശുദ്ധ ഖുർആനിൽ നല്ല ഭംഗിയായ വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. നഫ്സുൽ മുത്മഇന്നയുടെ വിശദീകരണം പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ ഈസി ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് പരിശുദ്ധ ഖുർആനിലെ യാസീൻ ആയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട് നമുക്ക്. അതിൽ പിന്നെ നഫ്സുൽ അമ്മാറയിൽ നിന്ന് നഫ്സുൽ ലവ്വാമയിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് നഫ്സുൽ മുത്മഇന്നയിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു ശാന്തി അടഞ്ഞ ആത്മാവിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, കാരണം ഒരുപാട് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് സമയം പോകും. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം ഈ കോഴ്സ് ബ്രീഫിംഗ് ആണ്. എങ്ങനെയാണ് നമ്മൾ കോഴ്സ് പോകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മുത്മഇന്നയും അമ്മാറയും ലവ്വാമയും വിശദീകരിക്കുന്നത്. അപ്പോൾ ശാന്തമായ ഒരു മനസ്സ്, പരിശുദ്ധ ഖുർആനിലെ യാസീനിലെ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന യാസീനിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നതുണ്ട്. അത് 3 കാര്യങ്ങളാണ്. ഒന്ന് അചഞ്ചലമായ വിശ്വാസം, ഒരു വ്യക്തിയിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഒന്ന് മരണവേളയിൽ പോലുമുള്ള ശാന്തി. ഇത് 2 കാര്യങ്ങളാണ് നഫ്സുൽ മുത്മഇന്നയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് കൗൺസിലറായ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരുന്നു, ആ വ്യക്തിയുടെ കളങ്കരഹിതമായ മനസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യനെ പുറത്ത് കടത്തുന്നതിനുള്ള ഒരു അവസ്ഥ സൈക്കോളജിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ 24 ടോപ്പിക്സ് ആദ്യത്തെ ഒരു മാസം നമുക്ക് പഠിക്കാനുള്ളത് അതാണ് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ മാസത്തിൽ നമ്മൾ 8 ടോപ്പിക്കുകളാണ് പഠിക്കുക. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 2 ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്തുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് അതിലൂടെ കൂടി മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ 1-ാമത്തെ മാസം നമ്മൾ ഇസ്ലാമിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, ഹൃദയവും മനസ്സും കുറിച്ച്, അതുപോലെ തന്നെ നഫ്സ്, ഖുർആനിൽ ആത്മീയ സന്തുലനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇബാദത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും സൈക്കോളജിക്കൽ പ്രാധാന്യത്തെക്കുറിച്ച്, ഇസ്ലാമിലെ സ്ഥിരതയും ആത്മസംയമനവും, പിന്നെ ഹദീസ് പഠനം, പിന്നെ മുസ്ലിം പണ്ഡിതന്മാരുടെ സംഭാവനകൾ. ഇതിലൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക മനഃശാസ്ത്രം പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നോർമൽ സൈക്കോളജി പറയുന്നത്
സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഡെവലപ്പ് ആകപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണെന്നാണ്. ഇത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ മുൻപ് ആദം നബിയുടെ കാലം ആ സമയം മുതൽ തന്നെ ഓരോ ഇടപെടലുകളും നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിക് സൈക്കോളജിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പിന്നെ ആധുനിക സൈക്കോളജിയെ പോലും സ്വാധീനിച്ച ഘടകങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മോഡേൺ സൈക്കോളജി പഠിക്കുമ്പോൾ അവിടെ ഫ്രോയിഡിനെ കുറിച്ചും അതുപോലെ തന്നെ എറിക്സനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ ഇസ്ലാമിക് സൈക്കോളജി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് നമുക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് മാസം നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പിന്നെ പ്രാക്ടിക്കൽ ആശയങ്ങളും മാർഗനിർദ്ദേശങ്ങളും എങ്ങനെയാണ് ഇത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് എങ്ങനെയാണ് വരിക. അവിടെ നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കും, അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട്, പിന്നെ റൂഹാനിയത്തും അതിൻ്റെ വ്യക്തിത്വ വികസനവും, പിന്നെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഇസ്ലാമിക് മോഡൽ എന്താണെന്നുള്ളത്, പിന്നെ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാകുന്ന ക്രൈസിസ് മാനേജ്മെൻറ്റ്, അതിന് ഈമാനിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ക്രൈസിസ് മാനേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, പിന്നെ തൗഹീദിൻ്റെ സൈക്കോളജിക്കൽ പഠനം, ഇസ്ലാമിക കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, മനോശാന്തിയും ദുഃഖ നിവാരണവും ഇസ്ലാമിക മാർഗങ്ങൾ, ഇസ്ലാമിൽ ഫോർഗിവ്നെസ്സിൻ്റെ മാർഗങ്ങൾ, അതായത് ഫോർഗീവ്നെസ്സിൻ്റെ മാർഗങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാപ്പ് നൽകൽ മാത്രമല്ല, ഫോർഗീവ്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ വിശാലമാക്കുക എന്നുള്ളത് കൂടിയാണ്. ഇതാണ് നമ്മൾ സെക്കൻഡ് ഭാഗത്ത് പഠിക്കുക. ഓക്കെ, 3 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. പ്രായോഗിക പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ സാമൂഹ്യ നിരീക്ഷണം, അതിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇസ്ലാമിക മാർഗം. നമ്മളൊക്കെ ആസ് എ പേഴ്സൺ നമുക്ക് ചില കണക്ഷൻസ് ഉണ്ടാവും. ഉമ്മ, ഉപ്പ, ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, അയൽവാസികൾ, സഹപ്രവർത്തകർ, അങ്ങനെ കുറേ. അതിനെ മെച്ചപ്പെടുത്തുന്നതിന് ഇസ്ലാമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നിന്നുകൊണ്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മളെ സമൂഹം, ഇപ്പോൾ എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിലൊക്കെ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 2 കേസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അഫെയറുകൾ, മറ്റൊന്ന് ലഹരി. ഇത് നമ്മൾ എക്സാമ്പിൾസൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മുടേത് റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ പോലും ലൈവിൽ വന്നുകൊണ്ട് ചില സെഷനുകളുള്ള സമയത്ത് ഞാൻ കേസ് സ്റ്റഡികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ സാമൂഹിക പ്രബോധനത്തിനുള്ള ഇസ്ലാമിക മാർഗങ്ങൾ, കുടുംബത്തിൽ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഇസ്ലാമിക തത്വങ്ങൾ, പിന്നെ കോപം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പറയുന്ന കാര്യങ്ങൾ, പിന്നെ പ്രാരാബ്ധവുമായി നേരിടുന്ന ഇസ്ലാമിക മനോഭാവം എന്താണ്, പിന്നെ ആത്മീയ കൗൺസിലിങ്, പിന്നെ അതുപോലെ തന്നെ അവസാനത്തിൽ നമ്മൾ ഒരു അസൈൻമെൻറ്റ്, അതായത് കോഴ്സ് സംഗ്രഹം പ്രായോഗിക വേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അസൈൻമെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യും. തിങ്കളാഴ്ചയും ബുധനാഴ്ചയാണ് പോസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇടയ്ക്ക് വെച്ചിട്ട് ചില ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു മടി, ഒരു സമയമില്ലായ്മൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ക്ലാസ് എന്ന് കാണും എന്ന് നിങ്ങളുടെ അടുത്ത് ഒരു സംഭവം ഉണ്ടായിരിക്കണം. ഞാൻ അതിന് നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം അയച്ചുതരാം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും തന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ അന്ന് തന്നെ കാണാം. ഒരാഴ്ചയിൽ നമുക്ക് 168 മണിക്കൂറുണ്ട്. ആ 168 മണിക്കൂറിൽ നമ്മൾ ആകെ നീക്കി വെക്കാൻ വേണ്ടി പോകുന്നത് വെറും 1.5 മണിക്കൂർ മാത്രമാണ്. 1.5 മണിക്കൂർ മാത്രം. നമ്മളൊരു പുതിയ സ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ്, പുതിയ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഡെഡിക്കേഷൻ ആവണം, കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യാനൊക്കെ തയ്യാറാകണം. അപ്പോഴാണ് നമുക്കൊരു പുതിയ സംഭവം കിട്ടുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇൻട്രാക്ഷനിലേക്ക് പോകാത്തത് എൻ്റെ സമയ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. റമദാനാണല്ലോ, ഓരോരുത്തർക്കും ഓരോ തിരക്കുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ വേണം ഇത് മുന്നോട്ട് പോകാൻ. പിന്നെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെന്നും, ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്തോ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ദയവായിട്ട് നിങ്ങൾ കേൾക്കരുത്. ഒരു പ്രത്യേകിച്ചൊരു ഉപകാരം കിട്ടില്ല. ഒരു നോട്ടും പിന്നെ പെന്നും എടുത്തിട്ട് അത് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് പുറമേ ചില കേസ് സ്റ്റഡികളും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ ഉപകാരപ്രദമായ ഒരു സംഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചത്, റമദാനാണല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ ഖുർആൻ പാരായണത്തിനും മറ്റ് ഇസ്ലാമിക പഠനങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഇത് 24 ടോപ്പിക്സ് ആണ്. നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് റമദാൻ 5 നാളെയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ 24 ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം റമദാൻ അവസാനമാകുമ്പോഴത്തേക്ക് ഡെയിലി ഒരു ക്ലാസ് വീതം നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കിതൊരൊറ്റ മാസം കൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. ഒറ്റ മാസം കൊണ്ട് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇവിടുന്ന് പ്രഷറൈസിംഗ് ഒന്നുമില്ല. കാരണം ഇവിടെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ദിശയിലെ ഒരു സ്റ്റാഫിനെ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണാൻ വേണ്ടി പറ്റും. നാജിയ എന്നാണ് അവരുടെ പേര്. നാജിയ ആയിരിക്കും ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡൗട്ട് ക്ലിയറിങ്ങിനും മറ്റുമൊക്കെ ഞാൻ ഗ്രൂപ്പിലുണ്ടായിരിക്കും. മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നാജിയ നിങ്ങൾക്ക് ചെയ്തുതരും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഗ്രൂപ്പിലൂടെ അറിയിക്കും. എക്സാമിലേക്ക് പോകുന്നവരെല്ലാവരും നല്ല ക്ലിയർ ഉള്ള ഒരു ഫോട്ടോയും നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിക് സർട്ടിഫിക്കറ്റ് +2 SSLC ഡിഗ്രി PG വാട്ടെവർ എന്തോ ആവട്ടെ അത് നിങ്ങൾ പോസ്റ്റലായിട്ട് ഗ്രൂപ്പിലിടുന്ന അഡ്രസ്സിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്ത് സംശയം, ഞാൻ ഈ പറഞ്ഞതല്ലാത്തതായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം, അല്ലാത്ത എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് സമയക്കുറവുകളൊന്നുമില്ല, ഞാനിരിക്കാൻ തയ്യാറാണ്. ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് നവാസ്. ഞാൻ ദുബായിൽ നിന്നാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. എനിക്ക് ചോദിക്കാന്നുള്ളത്, നമ്മുടെ ഈ ക്ലാസ് ടൈം എപ്പോഴാണ്? കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് റമദാനാണ്, അപ്പൊ എങ്ങനെയാണ് ഈ ക്ലാസ് ടൈം വരുന്നത്? നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ടൈം എപ്പോഴാണ് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ പ്രീ റെക്കോർഡഡ് വീഡിയോ ആണ്, റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസാണ്. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടിയിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോസാണുള്ളത്. അപ്പോൾ രാവിലെ സുബഹിക്ക് ശേഷം തന്നെ ഈ തിങ്കളാഴ്ച സുബഹിക്ക് ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യും, ബുധനാഴ്ച സുബഹിക്ക് ശേഷവും പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ക്ലാസ് ടൈമിങ് പോവുക. അപ്പോൾ ഡയറക്റ്റ് ക്ലാസ് അല്ല, ലൈവ് അല്ല. അത് ഞാൻ പറഞ്ഞിരുന്നു, ലൈവ് അല്ല. വെൽക്കം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സൗകര്യപ്രദമായിട്ട് ഇതിനെ കേൾക്കാം. ഞാൻ അബൂബക്കർ. ഓക്കെ. മുക്കത്തിനടുത്ത് കൊടിയത്തൂരാണ്. സന്തോഷം. ഞാൻ നേരത്തെ ഇതിൽ ജോയിൻ ചെയ്തിരുന്നു, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. അപ്പൊ ഇപ്പോ ഒരു ഓഫറൊക്കെ വന്നപ്പോ ഏതായിരുന്നാലും തീരുമാനിച്ചു. സംശയം, നമ്മളിപ്പോ ഈ വീഡിയോ ക്ലാസ്സുകളാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും ആ കിട്ടിയതിലുള്ള ഓരോ ചാപ്റ്ററിനും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിനും ഒരാഴ്ചയിൽ ഒരിക്കൽ ഒരു ലൈവ് നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരില്ല എന്നാണ് എൻ്റെ സംശയം. തീർച്ചയായിട്ടും നമുക്ക് വെക്കാവുന്നതാണ്. നല്ല അഭിപ്രായമാണ്. പിന്നെ പറ്റുന്നവരൊക്കെ പങ്കെടുക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തോട്. അപ്പോൾ നമ്മളെ ഓരോ പിന്നെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ 3 ഭാഗങ്ങളല്ലേ, ആ ഓരോ ഭാഗം കഴിയുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെഷൻ വെക്കാം. അപ്പം ടോട്ടൽ 3 സെഷൻസ് ഉണ്ടായിരിക്കും. അല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ആഴ്ചയിൽ 1 കിട്ടിയാൽ മതി. ആഴ്ചയിൽ 1 പറയുമ്പോൾ പിന്നെ 2 ക്ലാസ്സുകൾക്ക്. ഇപ്പം ഇതെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള ഗ്രൂപ്പിലൊന്ന് അറിയിക്കൂ. ഏത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒറ്റ മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് 3 മാസത്തെ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ എക്സാം ഫീസ് വേറെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കോഴ്സിന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഫീ വാങ്ങുന്നില്ല, പ്രാക്ടിക്കൽ സെഷന് വരുന്നവരുടെ അടുത്ത് നിന്നൊന്നും ഫീ വാങ്ങുന്നില്ല, PDF ഫോർമാറ്റിലുള്ള പിന്നെ സ്റ്റഡി മെറ്റീരിയലിന് ഫീ വാങ്ങുന്നില്ല. ഈ 3 ഫ്രീ ആണ്. പ്രിൻറ്റഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ 295 റുപ്പീസാണ് പ്രിൻറ്റഡ് ചെയ്തതിൻ്റെ കോസ്റ്റ്. അത് നിങ്ങൾക്ക് ഈ 3 സംഭവങ്ങൾക്കാണ്. എക്സാമിനേഷൻ ഫീസ് നിങ്ങൾ ഗവൺമെൻറ് എക്സാം ഫീസ് ആ സമയത്ത് നിങ്ങൾ അടക്കണം. ഇത് നമ്മൾ രജിസ്ട്രേഷന് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത്, കോഴ്സ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലൈവ് വെക്കുന്നത് കൊണ്ട് തടസ്സമൊന്നുമില്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇത് ഡിപ്ലോമ കോഴ്സ് ആയിട്ടാണ്. എക്സാം അറ്റൻഡ് ചെയ്തതിന് ഉണ്ടാവും അല്ലേ? അതെ. അപ്പൊ നമ്മളെ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ പ്രിന്റഡ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിങ്ങൾക്ക് അയച്ചു തരേണ്ടത്? സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മതി. ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നതാണിത്. ഈ ഇഗ്നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ കവറാണിത്. ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാവുന്നത് ഇപ്പോൾ ഇതാണ്. പിന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു മാർക്ക് ലിസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ക്ലാസ് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. നമുക്കൊരു ആപ്പ് ഉണ്ട്.
നിങ്ങളെല്ലാവരും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ദിശ മൈൻഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഗ്രൂപ്പിലിടാം. ദിശ മൈൻഡ്സ് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ദിശ മൈൻഡ്സ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ആ ആപ്പിലൂടെ ആയിരിക്കും മിക്കവാറും ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും തടസ്സം അതിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു ലിങ്ക് വഴി ക്ലാസ് കാണാൻ വേണ്ടി പറ്റും. ക്ലാസ് എന്തായാലും നമ്മൾ മുടങ്ങാതെ 24 ക്ലാസ്സസ്. കാരണം ചിലർ ജോയിൻ ചെയ്യുമ്പോൾ ചോദിച്ചിരുന്നു, പല ഏജൻസികളും 1-2 ക്ലാസ്സൊക്കെ തന്നിട്ട് പിന്നെ അവർ അഡ്രസ്സ് ഉണ്ടാവില്ല, അങ്ങനെ ആകാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മളിത് കഴിഞ്ഞ 4 ബാച്ചുകൾ പൂർത്തീകരിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. പിന്നെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഉണ്ട്. പ്രിൻറ്റഡ് നോട്ട്സ് പേ ചെയ്ത അയച്ചു തരും. പ്രിൻറ്റഡ് നോട്ട് പേ ചെയ്താൽ അയച്ചു തരും. 290 റുപ്പീസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ കോസ്റ്റ്, പ്രിൻറ്റിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ചെയ്തിട്ടില്ല, ഇനി അത് ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ അല്ലേ? ഇന്ന് രാത്രി വരെ ചെയ്യാം, 12 o'clock വരേക്കും ചെയ്യാം. പിന്നെ ഇത് കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രാക്ടിക്കൽ പോലെ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് എന്തെങ്കിലും കിട്ടുമോ? ഓഫ് കോഴ്സ് അതന്നെ. അതായത് ഇവിടെ ഞാൻ ഈ കോഴ്സ് ദിശയിൽ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്ന് PG ഡിപ്ലോമ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് 2 നോളേജും കൂടി ഉണ്ടാവണമെന്ന് കരുതിയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് എന്ന രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫീ എത്രയാണ്? എക്സാം ഫീ എത്രയാണ്? എക്സാം ഫീസ് 1250 റുപ്പീസാണ്. ഞാൻ പറയാം, ചിലപ്പോൾ എല്ലാതും ഇങ്ങനെ വായിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അങ്ങനെ മെസ്സേജ് വന്നു പോകുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്, മോഡ് ഓഫ് എക്സാം. ഞാൻ പറയാട്ടോ, മോഡ് ഓഫ് എക്സാം പറയാം. ഓക്കെ, ഒന്ന് ചോദിച്ചോളൂ കേട്ടോ അത് കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഫുൾ ഡേ പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്, ഫ്രം മോർണിംഗ് 9:30 to 3:30, 4 o'clock വരെ. അതായത് ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നാൽ എങ്ങനെയാണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുക. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച 5 സ്റ്റേജസ്: അറ്റൻഡിങ്, റെസ്പോണ്ടിങ്, പേഴ്സണലൈസിങ്, ഇനീഷ്യേറ്റിംഗ് ഓർ ഗോൾ സെറ്റിംഗ്, ടെർമിനൽ ഓർ റെഫറൽ. ഈ 5 സ്റ്റേജസുകളിലൂടെ ഒരു ക്ലയൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോവുക എന്നതിനെ കുറിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സാണ്. നമ്മൾ സാധാരണ 1000 റുപ്പീസ് വെച്ചിട്ടാണ് സെൻറ്ററിൽ നടത്തുക. നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. അതും ഈ കോഴ്സിൽ ചേർന്നവർക്കുള്ളതാണ്. പിന്നെ മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് പിന്നെ 250 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, ക്വസ്റ്റ്യൻ ബാങ്ക് എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഓൺലൈനിലാണ് നടക്കുക. അതിൽ നിന്നും ഒരു എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്നറിയില്ല, ഓരോ സമയത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. മേ ബി 50 ക്വസ്റ്റ്യൻസ് ഓർ 40 ക്വസ്റ്റ്യൻസ്, എന്തായാലും പരമാവധി 60 ക്വസ്റ്റ്യൻസ് വരെ ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരിക്കും. അപ്പോൾ അതന്നെ നന്നായി പഠിച്ചു പോയിക്കാൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ മോഡ് ഓഫ് എക്സാം പറഞ്ഞു, ഫീസ് പറഞ്ഞു. ഏജ് ലിമിറ്റ് ഇല്ല ഏട്ടാ, ഏജ് ലിമിറ്റ് ഇല്ല. ക്വസ്റ്റ്യൻ്റെ ലാംഗ്വേജ് 2ലും ഉണ്ടായിരിക്കും, മലയാളത്തിലും ഉണ്ടായിരിക്കും, ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ക്വസ്റ്റ്യന്? ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, നോട്ട്സിന്റെ PDF അയച്ചുതരോ ഗ്രൂപ്പിൽ? നോട്ട്സ് PDF അയക്കാം. പ്രിൻ്റഡ് ഉള്ളവർക്ക് പ്രിൻ്റഡ് വേണമെന്നുണ്ടെങ്കിൽ ആക്കാം. പ്രിൻ്റഡ് ഞാൻ നോട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. പ്രാക്ടിക്കൽ കൊടുക്കുന്നു പറഞ്ഞത് ഓഫ്ലൈൻ ആയിട്ടാണോ? ഓഫ്ലൈൻ ആണോ? പ്രാക്ടിക്കൽ ഓഫ്ലൈനിൽ തന്നെ കിട്ടിയാലേ ഉപകാരം ഉണ്ടാവുള്ളൂ. പൊന്നാനിയിൽ വെച്ചിട്ട്, ബാക്കിയെല്ലാം ഓൺലൈൻ ആയിരിക്കും. ഓൺലൈൻ എക്സാം ആണ്, ബാക്കിയെല്ലാം ഓൺലൈൻ. പൊന്നാനിയിൽ നമ്മൾ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും. ടൈം രാവിലെ ഒരു 9:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് 3:30, 4 o'clock വരേക്ക് നിൽക്കും. അല്ല, എക്സാം അല്ല പറഞ്ഞത്, പ്രാക്ടിക്കലിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കൗൺസിലിംഗ് എക്സാം പരമാവധി 1 മണിക്കൂറൊന്നും വേണ്ട. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ, വേഗം കഴിയും എക്സാം. നന്നായി. പ്രാക്ടിക്കലിന് എത്താൻ ബുദ്ധിമുട്ടുള്ള പുറത്തുള്ളവരൊക്കെ എന്താ കേട്ടോ? ഇല്ല, പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് സൈക്കോളജി കമ്പൽസറി ആയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു കോംപ്ലിമെൻ്റ് എന്നുള്ള നിലക്ക് നൽകുന്നതാണ്. ഇനി ഇപ്പോൾ ഗൾഫിലുള്ള ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് കേരള ഉള്ളവർ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൗൺസിലിംഗ് PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സിൻ്റെ സ്റ്റുഡൻസിനും ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന കോഴ്സിൻ്റെ സ്റ്റുഡൻസിനും നമ്മൾ കൊടുക്കുന്ന പ്രാക്ടിക്കൽ സെഷൻ ഏതെങ്കിലും ആ സമയത്ത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ പിന്നെ തബസ്സും എന്താ ചോദിച്ചത്? ഓൺലി ഓക്കെ, ഞാൻ നോക്കാം.
പിന്നെ മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ വരിക. അപ്പോൾ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഏതെങ്കിലും പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ സർട്ടിഫിക്കറ്റ് അയക്കണം എന്ന് പറഞ്ഞത് എന്നാണ് അയക്കേണ്ടത്? നിങ്ങൾക്ക് സൗകര്യത്തിന് കുറച്ച് എന്താ പറയുക 3 മാസം കൊണ്ട് തന്നെയാണ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ സാവകാശം അയച്ചാൽ മതി. അതല്ല 1 മാസം കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നാളെ മുതൽ തന്നെ അയച്ചു തുടങ്ങാം. സർട്ടിഫിക്കറ്റ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരിക്കും. അതെ, സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും പിന്നെ നല്ല ക്ലിയർ ഉള്ള നല്ലൊരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. കാരണം അതാണ് സർട്ടിഫിക്കറ്റിൽ വരിക. അപ്പോൾ ചിലരൊക്കെ ക്ലിയർ ഇല്ലാത്തതും സെൽഫി എടുത്തൊക്കെ അയക്കുമ്പോൾ അവരങ്ങനെ തന്നെ അതങ്ങ് അടിച്ചു വിടും, അവരത് നോക്കൂല. അപ്പോൾ നിങ്ങളെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു അഭംഗിയാവും. പിന്നെ പ്രാക്ടിക്കൽ ഇവിടെ ഒരു തമാശ പറയാ, നമുക്കിപ്പോ 1 മാസം 3 മാസം എന്ന് പറഞ്ഞല്ലോ, 2 മാസമൊക്കെ നമ്മളൊരു പഞ്ചായത്തൊക്കെ കാരണം നോമ്പൊക്കെ ആയതുകൊണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, അത് നല്ലൊരു ഐഡിയ ആണ്. നോമ്പുള്ളത് കൊണ്ട് ലാസ്റ്റ് പത്തിലൊക്കെ നോമ്പായതുകൊണ്ട് കുഴപ്പമില്ല, നോമ്പിന് മുഴുവനും നമ്മൾ ഇതിൽ തന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് 3 മാസം തന്നെ അല്ലേ നല്ലത്, കാരണം അത് കണ്ടന്റ് ഓറിയന്റഡ് അല്ലേ, നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. കുഴപ്പമില്ല, 3 മാസമാണ് നല്ലത്. 3 മാസം തന്നെ മതി. 3 മാസം തന്നെ ആക്കാം, ഒരു കുഴപ്പമില്ല ഇൻഷാ അല്ലാ. ഒരു ഡൗട്ട്, ഇത് വാലിഡ് ആണല്ലോ ഇഗ്നോന്റെ യൂണിവേഴ്സിറ്റി ഇഗ്നോ അല്ല, ഞാൻ നിങ്ങൾ മെസ്സേജ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഈ മിറർ ഇമേജിലായിരിക്കും നിങ്ങൾക്ക് കാണാം. ഇത് ഇഗ്നെറ്റ് ആണ്, ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓട്ടോണമസ് ബോഡിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണിത്. അതായത് പറയാം, സൈക്കോളജി നമുക്ക് പ്രാക്ടീസ്, അതായത് ക്ലിനിക് ഇട്ട് ചെയ്യാൻ പറ്റൂല, ഇല്ല ഒരിക്കലും പറ്റൂല. ഇത് നമ്മൾ അബ്സല്യൂട്ട്ലി ഈ ഇസ്ലാമിക് സൈക്കോളജിൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ ക്ലിനിക്ക് ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഒരിക്കലും പറ്റൂല. അതിന് MSc സൈക്കോളജിയോ ഇതിന് കൂടെ സൈക്കോളജി ഉണ്ടെങ്കിൽ ഓൾറെഡി സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇത് കുഴപ്പമില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇല്ല, അത് PG സർട്ടിഫിക്കറ്റ് PG ഉള്ളവർക്കേ പറ്റുള്ളൂ ക്ലിനിക്ക് ഇടുക. അല്ലാതെ കൗൺസിലിംഗ് ആയിട്ട് നമുക്ക് ഇതിലായിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ചെയ്യാൻ പറ്റായികൊന്നുമില്ല, കാരണം അതിനിപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒന്നാമത്തേത് ഇത് പഞ്ചായത്തുകളുടെയോ മുനിസിപ്പാലിറ്റികളുടെയോ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും വരില്ല. ഇതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പെട്ടതാണ്. ഇപ്പം നമ്മുടെ സെൻറ്റർ തന്നെ ഇപ്പോൾ അത് രജിസ്ട്രേഷന് പോയപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല എന്നവർ പറഞ്ഞത്, എഡ്യൂക്കേഷൻ സ്ഥാപനം എന്നുള്ള നിലക്ക്. അപ്പോൾ ഇനി ഇതിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ളതിൽ നോക്കട്ടെ, ഈസ് ദ 3 month, അതെ 3 month കോഴ്സാണിത്. അബ്രോഡ് ഇഫ് നോട്ട്സ് ക്യാൻ ഷെയർഡ് ഇൻ PDF. PDF ഷെയർ ചെയ്യാലോ, ഒരു പ്രശ്നവുമില്ല. PDF ആൻഡ് ഫൈനൽ എക്സാം അപ്രോക്സിമേറ്റ് ഡേറ്റ്. അപ്പോൾ 3 മാസം തന്നെ തീരുമാനിച്ചു എന്നുള്ള നിലക്ക് നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. February 23rd നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ March 23rd, മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ നമുക്ക് കഴിയുന്നു. കഴിഞ്ഞ ഉടനെ തന്നെ മെയ് കഴിയാനാവുമ്പോൾ തന്നെ നമുക്ക് എക്സാമിന് ഡേറ്റ്. അപ്പം മെയ് ലാസ്റ്റിൽ നമുക്ക് എക്സാം ഉണ്ടാകും എന്ന് നമുക്ക് വെക്കാം, അങ്ങനെ കരുതാം. അപ്പൊ നമ്മൾക്ക് ഇത് ക്ലിനിക്കൊന്നും വിടാൻ പറ്റാത്ത, അങ്ങനെയല്ല കൗൺസിലിംഗ് ട്രെയിനിയായിട്ട് നമ്മൾ ട്രെയിനറായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണോ? 2 കാര്യങ്ങളുണ്ട്. നല്ല ക്വസ്റ്റ്യനാണിത്. അതായത് ഇത് ഈ പഠന മേഖലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇസ്ലാമിക് സൈക്കോളജിയോട് കൂടെ തന്നെ ഇവിടെ PG ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ. കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ് കേട്ടോ, ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. 70 ഇയേഴ്സിന് പ്ലസ് ഉള്ള ആളുകളൊക്കെ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളുടെ ഈ കുറേ ഡൗട്ട്സൊക്കെ ആ സമയത്ത് തന്നെ ഹീലായിട്ട് പോകും. അതായത് ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1 year PG ഡിപ്ലോമ തന്നെ പലരും ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ 3 കൊല്ലം ഡിഗ്രിയും 2 കൊല്ലം PG ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ 1 കൊല്ലം കൊണ്ടുള്ള PG ഡിപ്ലോമ കൊണ്ട് എന്ത് സാധ്യമാകും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ളത്, നമ്മൾ 1 വർഷത്തെ ഇവിടുന്ന് PG ഡിപ്ലോമ കഴിഞ്ഞിറങ്ങിയവർ നിങ്ങൾ 5 വർഷം, ഇപ്പോൾ ഞാൻ പിന്നെ MSc സൈക്കോളജി ഗ്രാജുവേറ്റാണ്.
ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും ഇത്ര അധികം വർഷമൊന്നും പഠിക്കാനില്ല. ഇതെല്ലാം കൂടി ഇപ്പോൾ BA കഴിഞ്ഞവർ, BCom കഴിഞ്ഞവരൊക്കെ നോക്കൂ, BCom ഒരല്പം പഠിക്കാൻ നിന്നാലും ഉണ്ട്. BA ഒക്കെ ആകെ 5-6 മാസം പഠിക്കാനേ ഉള്ളൂ, ഈ 3 കൊല്ലത്തതും കൂടിയിട്ട്. ഈ 2 കൊല്ലത്തെ MAയും കൂടിയിട്ട് ആകെ 4-5 മാസം പഠിക്കാനേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ വലിച്ചു നീട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സിൻ്റെ സിലബസ് പോലും ഇപ്പോൾ കാൾ ലൂയിങ്, റോജർ, പിന്നെ അതേപോലെ തന്നെ എറിക് എറിക്സൺ, ഫ്രോയിഡ്, ഇവർ ജനിച്ച വർഷം, ജനിച്ച നാട്, വളർന്ന സാഹചര്യം, ഇതൊക്കെ തിയറിയിൽ ഞങ്ങൾ പഠിച്ച കാലത്ത് ഉണ്ടായിരുന്ന സാധനമാണ്. നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ട് പക്ക ക്രീമായിട്ടുള്ളൊരു സാധനം മാത്രമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു 1 ഇയർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നേർക്കുനേരെയുള്ള ആൻസർ ആയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അല്ല ഇത് ഒഫീഷ്യലായി ഈ ക്ലിനിക്ക് ഇട്ട് ബോർഡൊക്കെ വെച്ച് ചെയ്യേണ്ടതാണ്. നമുക്കിത് 50% ഇത് യൂസബിൾ ആണ്. തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ്. കാരണം നമ്മുടെ ലൈഫില് ഈ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം EFT എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ 30,000 40,000 പഠിപ്പിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. നമ്മളെ കോഴ്സിൽ പങ്കെടുത്തിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലരും ചോദിക്കുന്നത്, സാർ ഇത് ഞാൻ 30,000 EFTയിൽ പഠിച്ചതായിരുന്നു. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഖുറാനും ഹദീസുമാണ് ഈ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ആരെന്ത് നടത്തി കഴിഞ്ഞാൽ എല്ലാം, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മോഡേൺ സൈക്കോളജി പോലും ഇതാണ് ഈ സംഭവം. അവർ പോലും ഇത് തന്നെയാണ് പിന്നെ എടുത്തിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. I'm 19 years old, ഫാത്തിമ ഫിദ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളായിരിക്കും, ഫാത്തിമ ആയിരിക്കും ഒരു പക്ഷേ ഇതിൽ ഏറ്റവും ചെറിയ കുട്ടി. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൂയിങ് ദിസ് കോഴ്സ്? ഇപ്പം ഞാൻ വിശദീകരിച്ചതിൽ നിന്ന് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, ഫാത്തിമയായിട്ട് ചെറിയ കുട്ടി 19 years old പറയുന്നു. ഐ എം 19 years old. ഡിപ്ലോമ ഓൺലൈൻ ഞാനായിരിക്കും ഏറ്റവും അധികം പ്രായം കൂടിയ. ഓക്കെ, പിന്നെ ഡിപ്ലോമ ഓൺലൈനാണ് കൊടുക്കുന്നത്. PG ഡിപ്ലോമയ്ക്ക് രണ്ടും ഉണ്ട്. പ്രാക്ടിക്കൽ സെഷൻസും വരും, അതുപോലെ തന്നെ ഓൺലൈനിൽ സെഷൻസും വരും. അത് എക്സാം എങ്ങനെ ഉണ്ടാവാ? അത് ഓഫ്ലൈൻ എക്സാം ആണ് ഉണ്ടായിരിക്കുക. ഏതാ യൂണിവേഴ്സിറ്റി? ഇഗ്നെറ്റിന്റെ തന്നെ, നമ്മൾ ഇഗ്നെറ്റുമായിട്ടാണ് അഫിലിയേറ്റ് ചെയ്യുന്നത്. ഇഗ്നെറ്റ് യൂണിവേഴ്സിറ്റി അല്ല. അത് നിങ്ങൾ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇഗ്നെറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സിറ്റി, ഇറ്റ്സ് എൻ ഓട്ടോണമസ് ബോഡി ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. അത് മനസ്സിലാക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഓട്ടോണമസ് ബോഡിയാണ്. എക്സാം ഓഫ്ലൈൻ ആയിരിക്കും അല്ലേ? എക്സാം PG ഡിപ്ലോമക്ക് ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ എവിടെ വെച്ചാണ്ടാവാ? പൊന്നാനി വെച്ചിട്ട്, നമ്മൾ സെൻറ്റർ പൊന്നാനി എന്നുള്ളത് കൊണ്ട്. പിന്നെ ക്യാൻ യു ബ്രീഫ് അബൌട്ട് ദ കോഴ്സിനെ പറ്റി ബ്രീഫ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കോപ്പി ഓൺലൈൻ അയച്ചാൽ പോരെ? ഓൺലൈൻ അയച്ചാൽ എന്തായാലും നിങ്ങൾ ഫോട്ടോ അയക്കണമല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെ അയക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഈ PG ഡിപ്ലോമ ഈസ് അവൈലബിൾ ഓൺലൈൻ. അവൈലബിൾ ആണ്. PG ഡിപ്ലോമ കോഴ്സ് ക്ലാസ് ഓൺലൈൻ റെക്കോർഡ് ഓർ ലൈവ്? അല്ലല്ല, അത് ലൈവ് ക്ലാസ്സസ് ആണ്. PG ഡിപ്ലോമ ലൈവ് ക്ലാസ് ആണ്. പിന്നെ ഇപ്പം നിങ്ങൾക്കിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അയച്ചു തരുന്ന പോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത സംഭവം നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അയച്ചു കൊടുക്കും. അതൊക്കെ ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ആണ്. കാരണം അതിൽ ഇൻട്രാക്ഷൻ്റെ ആവശ്യമുണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഒരാൾ എന്താ പറഞ്ഞേ? ഒരാളെ അത് പിന്നെ നിങ്ങളിപ്പോൾ ഇതിൻ്റെ എക്സാമിലേക്ക് പോകുമ്പോൾ മിനിമം SSLC സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഒന്നുകിൽ SSLC ഓർ എബോ, അതിൻ്റെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പോസ്റ്റലായിട്ട്, അതിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും. എക്സാമിന്റെ ടൈമിൽ അല്ല, ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാലേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ ബാച്ചിൽ ഇപ്പോൾ നമ്മൾ ഇതുവരേക്കും ജോയിൻ ചെയ്തിട്ടുള്ളത് 120ഓളം പേരൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ ഒരാൾ അയക്കൂല, ഒരാൾ. അപ്പോൾ ഈ 119 ആണെന്ന് വിചാരിച്ചു, ഈ 119 അവർ ഹോൾഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ബാച്ച് മുതൽ തന്നെ ആദ്യത്തിൽ തന്നെ ഇത് കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ അയക്കൂ എന്ന് പറയാൻ സമയം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ അയച്ചാൽ നാളെ തന്നെ അയക്കണമെന്നൊന്നുമില്ല. അതിപ്പോ എക്സാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ചെയ്താൽ പോരെ? എക്സാമിൽ പങ്കെടുക്കുന്നവർ മാത്രം ചെയ്താൽ മതി, അത്ര മാത്രം. ജോയിൻ ചെയ്തവരെല്ലാവരും അയക്കേണ്ടതില്ല. എക്സാം, അതായത് ഗവൺമെന്റ് എക്സാമിലേക്ക് പോകുന്നവർ. സർ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൂയിങ് ദിസ് കോഴ്സ്? ഞാനത് ചിലപ്പോൾ ഒരു പക്ഷേ പിന്നെ ലൈറ്റായിട്ട് ജോയിൻ ചെയ്ത ആളായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. നൂറ,
ഞാനിത് ഈ റെക്കോർഡിംഗ് അയക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുക. സാർ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൂയിങ്? പറഞ്ഞോളൂ. പിന്നെ സാർ ഒരു 5 സ്റ്റേജ് പറഞ്ഞില്ലേ, അറ്റൻഡിങ്, സപ്പോർട്ടിങ്, അതൊന്നുകൂടി ഒന്ന് പറയാമോ? അറ്റൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയും ചെയ്യാം. അറ്റൻഡിങ്, ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ അടുത്ത് ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങളെ വെർബൽ ആൻഡ് നോൺ വെർബൽ ആയിട്ടുള്ള രീതിയിൽ അവരെ കേൾക്കുക. റെസ്പോണ്ടിങ്, അവരത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യത്തെ കൗൺസിലർ അതിൻ്റെ കണ്ടൻറ്റ് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കും. അതിൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയും. ഒരു കുട്ടി വരുന്നു, സാർ പഠിച്ചിട്ട് തീരെ തലയിൽ കയറുന്നില്ല. ആ കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും. അതേ കേസ് കൊണ്ട് വേറെ ഒരു കുട്ടി വരുന്നു, സാർ പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. ആ കുട്ടിയുടെ മുഖത്ത് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാവും, പക്ഷെ കരച്ചിലില്ല. വേറെ ഒരു കുട്ടി വരുന്നു, അതേ പ്രശ്നം തന്നെയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, എന്നെ കൊണ്ടുവന്ന അവരെ ഉമ്മാടെ അടുത്തോ ഉപ്പാടെ അടുത്തോ ചോദിക്കൂ. ചില കുട്ടികൾ തന്താതാളാന്നൊക്കെ പറയും. അപ്പോൾ 3 ഒരേ വിഷയമാണ്. അപ്പോൾ അറ്റൻഡിങ് കഴിഞ്ഞ് റെസ്പോണ്ടിങ് സമയത്ത് ക്ലയൻറ്റ് ആ പ്രസൻറ്റ് ചെയ്ത സബ്ജക്റ്റിൽ കൗൺസിലി ആയിട്ടുള്ള വ്യക്തി സാഡിലാണോ, മാഡിലാണോ, സ്കയേഡിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൗൺസിലർ ഒരിക്കലും കൗൺസിലിയുടെ മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ആരതാണ്? ഖൗല, പ്ലീസ് മ്യൂട്ട്. ഓക്കെ. കൗൺസിലർ ഒരിക്കലും കൗൺസിലിയുടെ പ്രശ്നത്തിനെയല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കൗൺസിലിയുടെ അവർ ആ സമയത്ത് അനുഭവിക്കുന്ന ഫീലിങ്ങിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഉദാഹരണം കൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും നേരം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തത് ഇതല്ലേ? അപ്പോൾ ചില ക്ലയൻറ്റ് പറയും, അല്ല, ഞാൻ ഇതിനോടൊപ്പം ഇന്ന കാര്യം കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സാർ പറഞ്ഞത് ശരിയാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റേജ്. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഈസ് പേഴ്സണലൈസിങ്. പേഴ്സണലൈസിങ് മീൻസ് ക്ലയൻറ്റ് മിക്കവാറും ക്ലയൻറ്റുകളും ഞാൻ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കില്ല. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് പ്രശ്നങ്ങളിൽ ഒരിക്കലും അത് സമ്മതിക്കില്ല. കുട്ടികളും ചിലപ്പോൾ പറയും, അമ്മയും അച്ഛനും ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എല്ലായ്പ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന ഒരു ക്ലയൻറ്റ് വേറൊരാളുടെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പോൾ കൗൺസിലർ വളരെ യുക്തിപൂർവ്വം ഹിക്മത്തോടു കൂടിയിട്ട് നിങ്ങളും കൂടി ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ഞാനിത് ഈ പറഞ്ഞത് ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ് 2 മിനിറ്റ് കൊണ്ട് പറയുന്ന എല്ലാ പരിമിതികളും ഉണ്ടാവും. കൗൺസിലർ കൗൺസിലിയെ കൊണ്ട് കൺവീൻസ് ചെയ്യിപ്പിക്കുന്നു, നിങ്ങൾ കൂടി ഈ വിഷയത്തിലുണ്ട്. അതിനാണ് പേഴ്സണലൈസിങ് എന്ന് പറയുന്നത്. ഈ പേഴ്സണലൈസിങ് കഴിഞ്ഞാൽ മാത്രമേ 4ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇനീഷ്യേറ്റിംഗ് ഓർ ഗോൾ സെറ്റിങ്ങിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. കൗൺസിലറുടെ പ്രശ്നം ആരാ പരിഹരിക്കേണ്ടത്? കൗൺസിലിയാണ് പരിഹരിക്കേണ്ടത്. വി ആർ നോട്ട് ആൻ അഡ്വൈസർ, വി ആർ നോട്ട് എ കെയർ ടേക്കർ. കൗൺസിലിംഗ് പ്രോസസ് ഈസ് നോട്ട് ആൻ അഡ്വൈസ് ഗിവിംഗ് പ്രോസസ്. അഡ്വൈസ് കൊടുത്ത് പറഞ്ഞയക്കുന്ന പ്രോസസ്സല്ല. കൗൺസിലിയെ കൊണ്ട് തന്നെ പ്രശ്നം ആരുടേതാ? കൗൺസിലിയുടേത്. അതാരാ പരിഹരിക്കേണ്ടത്? അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കൊണ്ട് തന്നെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനുള്ള വഴി ഉണ്ടാക്കണം. അതിനാണ് ഇനീഷ്യേറ്റിംഗ് ഓർ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ടെർമിനൽ ഓർ റെഫറൽ. ടെർമിനൽ ഓർ റെഫറൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോൾ ചിലപ്പോൾ ഞാനൊരു മെയിലാണ് വന്ന ക്ലയൻറ്റ് എന്നെ കണ്ടപ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ്, സംഗതി പ്രകടിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഫീമെയിൽ കൗൺസിലർ വേണം. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ള ഫീമെയിൽ കൗൺസിലറുടെ അടുത്തേക്ക് റെഫർ ചെയ്യും. നേരെ തിരിച്ചും ചെയ്യും. ചിലപ്പോൾ സൈക്കാട്രിയും സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്ത പാവങ്ങളുണ്ട്. അവർ നേരെ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് 5 സെക്കൻഡ്സ് or 5 മിനിറ്റ്സിൽ തന്നെ മനസ്സിലാവും ദിസ് ഈസ് എ സൈക്കാട്രിക് കേസ്. അപ്പം നമ്മൾ സൈക്യാട്രിയിലേക്ക് റെഫർ ചെയ്യും. അതിനെയാണ് റെഫറൽ എന്ന് പറയുന്നത്. ടെർമിനൽ എന്ന് പറയുന്നത് കൗൺസിലിംഗ് പൂർത്തിയായി പരിഹരിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. അതിനൊരു സെലിബ്രേഷൻ എന്ന് കൂടി പറയും. കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്തിട്ട്. ഇതാണ് അതിൻ്റെ 5 സ്റ്റേജസ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാൻ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്. ഞാൻ ഈ ഇംഗ്ലീഷിൽ ഞാൻ വളരെ ബാക്കിലാണ് ഏട്ടാ. അതുകൊണ്ട് 19 years ഓൾഡ്. ഞാൻ നല്ല രാത്രിയിൽ ഓക്കെ ഞാനത് പേഴ്സണലായിട്ട് പറയട്ടാ. ആരാ? അൻസില. എന്നെ പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ. റെക്കോർഡ് ക്ലാസ് കേട്ടെന്ന് കഴിഞ്ഞാൽ
ഡിലീറ്റ് ഇല്ലല്ല, ഒരിക്കലും ഡിലീറ്റ് ആവില്ല. ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് 1 വർഷം ആ ക്ലാസ് ആപ്ലിക്കേഷനിൽ ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എപ്പം നമ്മുടെ സ്ഥാപനം, നമ്മളിനി ഒരു ടീമാണ്, ഒരു ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആ റെക്കോർഡ് നമ്മൾ അവൈലബിൾ ആക്കും. ഹൗ ടു ഗെറ്റ് ദ ക്ലയൻറ്റ് ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു സെറ്റപ്പ് ക്ലിനിക്, ഹൗ ടു അപ്രോച്ച് ക്ലയൻറ്റ്, അതൊക്കെ ആവും. അത് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരാത്ത ബസ്സും, നോ വറി. ക്ലിനിക്ക് ഇടാതെ നമുക്ക് എങ്ങനെ കേസസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയും? ഇസ്ലാമിക് സൈക്കോളജി പഠിക്കുന്നത് യഥാർത്ഥത്തിൽ കേസസ് അറ്റൻഡ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മെൻ്റൽ വെൽബീയിങ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് ഒരിക്കലും ഈ ഇസ്ലാമിക് സൈക്കോളജിനെ നിങ്ങൾ ഒരിക്കലും കാണരുത്. അതിന് നിങ്ങൾ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ക്ലയൻറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത്. കാരണം അപ്പോഴല്ലേ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഐ എം എ കൗൺസിലർ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒക്കെ ഞാനൊരു ക്ലാസ്സിൽ വിശദമായിട്ട് കുറേ ഒക്കെ പറയാട്ടോ. സർ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്, അത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഈ ദ ആപ്ലിക്കേഷൻ ഈസ് ഇറ്റ് അവൈലബിൾ ISO നോക്കാം നമുക്ക്. യെസ്, ഞാൻ അതിന് വേണ്ടി തന്നെയാണ് ജോയിൻ ചെയ്തത്. ഓക്കെ അൻസില, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സലാം. ദിൽറുബ പറഞ്ഞോളൂ. സർ, എന്റെ ഡൗട്ട്, ഈ PGDCP കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹയർ സ്റ്റഡീസിന് പോസിബിലിറ്റീസ് ഉണ്ടോ? PGDCP കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാലേ, PGDCP കഴിയാൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ഡിഗ്രി ഇല്ലാത്തവരും നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റിൽ PG എന്നുണ്ടാവില്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒന്നും ഉണ്ടാവില്ല, ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നായിരിക്കും. ഇപ്പോൾ ഇത് തമന്ന, ഇപ്പോൾ ഇവർക്ക് കോൺവെക്കേഷന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു കോൺവെക്കേഷൻ. അപ്പോൾ ഇവർ ഒമാനിലാണുള്ളത്. ഇപ്പോൾ ഇവർ ഡിഗ്രി ഉള്ള ആളായതുകൊണ്ടാണ് ഇതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ അതിൻ്റെ ഒരു മോഡൽ എന്തായാലും നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഇവർക്ക് നോർമൽ ഡിഗ്രി ഉണ്ട്, ഇത് കഴിഞ്ഞു. ഇതോടുകൂടി ഇൻട്രസ്റ്റഡ് ആയി. ഇപ്പോൾ ഇവർ ഇഗ്നോൻ്റെ ഇതിന് ചേർന്നു, MA സൈക്കോളജിക്ക് ചേർന്നു. അപ്പോൾ അങ്ങനെ കുറേ പേര് ചേരുന്നുണ്ട്. ഇപ്പോൾ ഇഗ്നോക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇഗ്നോ ഓൺലൈൻ പിന്നെ കാര്യങ്ങളൊക്കെ നിർത്തി, ഇപ്പോൾ ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മുന്നേ ജോയിൻ ചെയ്തവർക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് PGDCP കഴിഞ്ഞ് പോയവർക്ക് പുതുതായിട്ട് MA സൈക്കോളജി എന്നൊന്നും കിട്ടാനില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ പറയും. കാരണം ഇവിടെ നിന്ന് പോയിട്ട് ഈ MA സൈക്കോളജി കഴിഞ്ഞവർ പറയുന്നത്, സാർ ഒന്നും പഠിക്കാനുണ്ടായിരുന്നില്ല, ഞങ്ങൾക്കിങ്ങനെ ക്ലാസ് ഇങ്ങനെ കേട്ടിങ്ങനെ ഇരുന്നാൽ മതി, വളരെ സിമ്പിൾ, ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, കാരണം എല്ലാ സിലബസും ഇവിടുന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്റെ ഡൗട്ട്, ഇപ്പൊ സാർ പറഞ്ഞത് ഇപ്പൊ 5 വർഷം നമ്മൾ ഈ UG PG ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഒരു 1 ഇയറിലെ PGDCP എന്നല്ലേ? ഇല്ല, പക്ഷേ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊന്ന് വ്യക്തമായിട്ട് പോവാം. അതിന് തുല്യം എന്നൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് കൗൺസിലിംഗ് ചെയ്യുന്നതിന് വേണ്ട ഒരു മിനിമം ക്വാളിഫിക്കേഷൻ? നമ്മളടുത്തൊരു ക്ലയൻറ്റ് വരുന്നു, വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റി കേസസ് ആണ് ഉണ്ടായിരിക്കുക അല്ലേ? സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നവർ, ജീരിയാട്രിക് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, സ്റ്റുഡൻസ് കൗൺസിലിംഗ്, ഇതിനൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. PGക്കും UGക്കും തുല്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായിരിക്കും അത് വ്യത്യാസം എന്ന് ഞാൻ ചോദിച്ചതാണ്. ഇപ്പൊ ആ ഒരു 5 വർഷത്തെ കോഴ്സും ഈ 1 വർഷത്തെ നമുക്ക് പ്രാക്ടിക്കൽ അപ്രോച്ച് കൂടുതലായിട്ട് ഈ PGDCP ചെയ്യുമ്പോൾ കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേത് കുറെ തിയറിയും അല്ലേ? അതെ, അങ്ങനെയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ പക്ഷെ കൂടുതൽ വാല്യൂ ചെയ്യുക ഈ പറഞ്ഞ MSc സൈക്കോളജി ആയിരിക്കും അല്ലെ? ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി വാല്യൂ ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് വൈസ് വാല്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് ക്ലിനിക്ക് ഇടാൻ വേണ്ടി പറ്റൂല സ്വന്തമായിട്ട്. ഇത് PGDCP മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു PG വേണം നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? പക്ഷേ നമ്മളിവിടുന്ന് പഠിച്ചിറങ്ങി പോയിട്ടുള്ളവർ കുറേ പേര് PGDCPൻ്റെ ക്ലിനിക്കുകൾ ഇട്ടിട്ടുണ്ട്. അതായത് അവിടെ ഒരു MSc സൈക്കോളജീൻ്റെ ഒരാളുണ്ടായിരിക്കണം മസ്റ്റായിട്ട്. അപ്പോൾ അവർക്ക് ഇടാം, അവരുടെ കൂടെ ഒരാളുണ്ടായിരിക്കണം. വേറെ സംശയം, ചെറിയ സംശയം. വെൽക്കം. ഇസ്ലാമിക് സൈക്കോളജിസ്റ്റ് എന്ന ഒരു ഡെസിഗ്നേഷൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടോ? ആ ഗൾഫ് രാജ്യം, അറബ് രാജ്യങ്ങൾ?
എനിക്ക് തോന്നുന്നത് ഇല്ല എന്നാണ്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ഇപ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലായിരുന്നു, നോമ്പിൻ്റെ 2 ദിവസം മുന്നേ. കാരണം നമ്മൾ ആ നെക്സ്റ്റ് ബാച്ചിലേക്ക് അവിടെ നിന്ന് നമുക്ക് ഇസ്ലാമിക് സൈക്കോളജി പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു ടീം അവിടെ പിന്നെ ഒരു താല്പര്യമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചോദിച്ച ചോദ്യം അവിടെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽസിൽ വർക്ക് കൊണ്ടിരിക്കുന്ന സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ആണ് കൗൺസിലിംഗ് കേസസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു വിവരം എനിക്കുണ്ട്. അവരതിനെ അങ്ങനെയാണ് കാണുന്നത്, ഈവൻ അതൊരു നോൺ മുസ്ലിം ആണെങ്കിൽ പോലും. അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് സൈക്കോളജി എന്ന ഫാക്കൽറ്റി ഉണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇസ്ലാമിക് ചെയർ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഉള്ളിലെ പൊളിറ്റിക്സ് കാരണം ഇസ്ലാമിക് ചെയർ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ് അവർ. ഞാൻ ചോദിക്കുന്ന ഇസ്ലാമിക് സൈക്കോളജി എന്ന ഫാക്കൽറ്റി അറബ് രാജ്യങ്ങളിലോ അതുണ്ട് ഫാക്കൽറ്റീസ് ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അതെ ഉണ്ട്. അപ്പൊ അങ്ങനെ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ഡിലീറ്റ് ആയി പോകില്ലല്ലോ. എന്താ പറഞ്ഞേ? നമുക്ക് അയക്കുന്ന റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഉണ്ടാവുള്ളൂ എന്നില്ലല്ലോ. ഒരു വർഷം ആപ്പിൽ ഉണ്ടാവും. അത് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് അയച്ചു തരും. PG ഡിപ്ലോമ കോഴ്സ് പാസ്സായാൽ ഇല്ല, നോ ലൈഫ് ലോങ് PG ഡിപ്ലോമ കോഴ്സ് പാസ്സായാൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, PG ഡിപ്ലോമ കോഴ്സ് ക്ലിനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു PG കാരൻ്റെ അണ്ടറിലായിരിക്കണം. ഒരിക്കലും സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ദിശ മൈൻഡ്സ് എന്നാണ്. ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. DISH ദിശ മൈൻഡ്സ് MINDS. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദിശൻ്റെ ഇതില്ലേ, അതിൻ്റെ കൂടെ ചെറിയൊരു എംബ്ലം കാണുന്നില്ലേ, ആ എംബ്ലം ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ. എല്ലാം ക്ലിയർ ചെയ്ത് പോകണത്. കാരണം ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ട് പിന്നെ ചോദിച്ചതൊക്കെ കേട്ടില്ല. എന്ത് തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് പോകണം. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ട് നമ്മൾ സെഷൻ അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മളെ ബാങ്കിങ് മേഖലയിൽ ഇസ്ലാമിക് ബാങ്കിങ് ഉണ്ടല്ലോ, വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഇല്ല. അതേപോലെ തന്നെയാണ് സൈക്കോളജിന്റെ ഇസ്ലാമിക് സൈക്കോളജി എന്ന രീതിയിൽ പോകുന്നത്. നല്ല ക്വസ്റ്റ്യനാണ്. ഞാൻ ബഹ്റൈനിൽ 10 വർഷം പ്രവാസ ജീവിതം നയിച്ച ആളാണ്. ഞാൻ ബാങ്കറായിരുന്നു. ഓക്കെ, എല്ലാം ഇസ്ലാമിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് നമ്മൾ ഈ പഠന മേഖലയിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബാങ്കിങ് മേഖല മാത്രമല്ല, കുടുംബജീവിതം, ബേസിക് ആയിട്ടുള്ള സമയം നമ്മളെല്ലാവരും ഏതോ അർത്ഥത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, പേരക്കുട്ടികൾ എന്ന രീതിയിലൊക്കെ ഉള്ളവരാണ് അല്ലേ. ബാങ്കിങ് മാത്രമല്ല, എല്ലാം ഇസ്ലാമിൽ നിന്ന് ഉത്ഭവിച്ച സംഭവങ്ങളാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നൊരു ഖുർആൻ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായ ഒരു ഉദാഹരണ വർത്തമാനം കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഏജും കാര്യങ്ങളും ഒന്നും പരിഗണിക്കാതെ നിങ്ങളിതിൽ ജോയിൻ ചെയ്തതിന്. ഞാൻ ആ ഉദാഹരണം എന്താണെന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, 2-3 വയസ്സുള്ള കുട്ടി അല്ലേ, ABCD പറയും മോനെ എന്ന് പറയുമ്പോൾ എക്കോ വീണ്ടും വന്നു അല്ലേ, പോയി. ഓക്കെ. അപ്പോൾ ABCD പറയൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടി ABCD പറഞ്ഞു കൊടുക്കും. ഈ കുട്ടി വളർന്ന് വലുതായി ഒരു 30 വയസ്സ് 40 വയസ്സായി കഴിഞ്ഞാൽ ABCD തന്നെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ABCD ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപമിക്കുകയാണ് പുള്ളിയുടെ. വളരെ നല്ല എഫക്റ്റീവായൊരു സംഭവം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥമറിയാതെയുള്ള പാരായണങ്ങൾക്ക് കൂലിയുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാ കാലത്തും അങ്ങനെ നിൽക്കുന്ന ഒരാളായി മാറരുത് എന്നാണ് പ്രഭാഷകൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്ന് അറിയുമ്പോൾ കയറി വരുന്നത് നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ സമയമൊന്നും പരിഗണിക്കാതെ കയറി വരുന്നത് നിൽക്കുന്നതിൽ നിന്ന് ഒരല്പം കൂടി മുന്നോട്ട് പോകണമെന്നുള്ള ലക്ഷ്യം കൊണ്ടാണല്ലോ. സ്വാഭാവികമായിട്ടും അത് അപ്രീഷിയേറ്റബിൾ ആണ്. ഓക്കെ,
പിന്നെ സാറേ വേറൊരു കാര്യം, നോൺ മുസ്ലിംസിനെതിരെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? നോൺ മുസ്ലിംസിന് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാ ഇപ്പോൾ ഖുറാനുകളും ഹദീസുകളും നമ്മൾ ഇതിൽ ഉദ്ധരിക്കുമ്പോൾ പോലും അതിൻ്റെ കൃത്യമായ മലയാളം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് നോൺ മുസ്ലിംസിന് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. സലാം സാഹിബ് എന്തോ പറഞ്ഞു തുടങ്ങി. അല്ല, സൽമ ആരാ പറഞ്ഞത്? നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ് ഉണ്ടാവുക? നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാച്ച് കഴിഞ്ഞിട്ട്. അതെന്താ ഈ ബാച്ച്? ഹജ്ജിന് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഇപ്പം തുടങ്ങിയാൽ ബുദ്ധിമുട്ടായിരിക്കും. ഹജ്ജിന് പോകുമ്പോൾ ആകെ 24, ഞാൻ പറഞ്ഞിട്ടെ 24 ക്ലാസ് എന്ന് പറയുന്നത് ഞാനെപ്പോഴും ആളുകൾക്ക് കണക്കൂട്ടി കൊടുക്കാറ് അങ്ങനെയാണ്. ഈ മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ ഇത് ആകെ 10 മണിക്കൂർ ക്ലാസ്സാണിത്. മനസ്സിലായി? 24 ക്ലാസ്. 10 ഒരു 11-12 മണിക്കൂർ പിടിച്ചോ. ഹജ്ജിന് പോകുന്നവരത് കേൾക്കേണ്ടി വരും. മനസ്സിലായ? ഹജ്ജിന് പോകാൻ എത്ര ഡ്യൂറേഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു 10 മണിക്കൂർ നമുക്ക് നീക്കിയൊക്കെ. എന്നിട്ട് അത്രയും സമയം ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ മതി. മനസ്സിലായി? നമ്മൾ അതിനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. എനിക്ക് സമയമില്ല, എനിക്ക് കുറേ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഖത്തറിൽ പോയ പ്രോഗ്രാമിൽ എല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് നല്ല ആഗ്രഹമുണ്ട് സാർ, പക്ഷേ കുട്ടികൾ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു മണിക്കൂറിൽ എത്ര സമയം അവരെ കൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യിച്ചു. 168 മണിക്കൂറുണ്ട് സാർ. ഇതിൽ നിങ്ങൾക്കൊരു 3 മണിക്കൂർ നീക്കി വെക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ ഒരു 3 മണി. ഞാൻ പറയും, ഒരു പുതിയ സ്കില്ല് ഉണ്ടാക്കല്ലേ നമ്മൾ. ഞാൻ ഇവരുടെ അടുത്ത് മാത്രമല്ല, ഞാൻ എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ അടുത്ത് നേരത്തെ സൂചിപ്പിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഒരു പുതിയ സ്കില്ലിന് നമുക്ക് കുറച്ച് സമയം നീക്കി വെക്കാനും, നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആവാനും, നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യാനും തയ്യാറായാലേ അത് സാധ്യമാവുള്ളൂ. ഞാനിപ്പോഴും പറയും, ഞാൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീനെ കുറിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ സമയം കണ്ടെത്തുന്നത്, എനിക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കുറേ തിരക്കുകളുണ്ട്. അപ്പം ഞാൻ അത് ഏർലി മോർണിംഗാണ് ഞാൻ അതിന് ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിങ്ങനെ നമ്മളെ അടുത്തേക്ക് ഇപ്പോൾ ആരും അപ്രോച്ച് ചെയ്തില്ലെങ്കിലും നമുക്ക് ഓരോക്കെ ഇങ്ങനെ മനസ്സിലാക്കാനാണോ പറ്റുക, ഓരോ ബിഹേവിയറിലൂടെ? ഓഫ് കോഴ്സ്, യെസ്. അത് നല്ല ക്വസ്റ്റ്യൻ തെസ്നി ചോദിച്ചത്. ഓക്കെ, കൗൺസിലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ കണ്ടുമുട്ടിയാലും, നമ്മളെ വീട്ടിലുള്ളവരാണെങ്കിൽ ശരി, നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്നത്, അതിൽ ഒന്നുകിൽ ഒരു ക്ലയൻറ്റോ അല്ലെങ്കിൽ അതിൽ ഒരു കൗൺസിലറോ ഒരു ടീച്ചറോ ഉണ്ടാകും. ഒന്നുകിൽ ആ വ്യക്തിയിൽ നമ്മളൊരു ക്ലയൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒന്നുകിൽ അത് നമ്മുടെ ഒരു ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ക്ലയൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ. ഇൻഷാ അല്ലാ, ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. ഓക്കെ. അസ്സലാമലൈക്കും. ഇന്നലെ ഗ്രൂപ്പിൽ ആരോ ചോദിച്ചുണ്ട് ഇതിന്റെ അഫിലിയേഷൻ. അപ്പോ പിന്നെ നിങ്ങള് മാർട്ടിൻ ലൂതർ യൂണിവേഴ്സിറ്റി പറഞ്ഞു കണ്ടു. അതില് സെർച്ച് ചെയ്യുമ്പോൾ ആ ലിസ്റ്റില് ഏതാണെന്നൊന്ന് പറഞ്ഞില്ലല്ലോ. മാർട്ടിൻ ലൂതർ യൂണിവേഴ്സിറ്റി, ഷില്ലോങ്ങിലുള്ള മാർട്ടിൻ ലൂതർ യൂണിവേഴ്സിറ്റി UGC അംഗീകാരമുള്ള, PSC അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന റെഗുലർ കോളേജ് ആയിട്ടുള്ള. ഇതിലെ പ്രാക്ടിക്കൽ സെഷൻസ് അത് ഓൺലൈൻ ആണോ, എങ്ങനെയാണ് പ്രാക്ടിക്കൽ സെഷൻസ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ശേഷം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ സെഷൻ ഓഫ്ലൈൻ സെഷനാണ്, ഒരു ഫുൾ ഡേ സെഷനാണ്. അപ്പോ ആ സമയത്ത് നാട്ടിലില്ലാത്തവർ അത് ഇസ്ലാമിക് സൈക്കോളജിക്ക് കമ്പൽസറി ആയൊരു സംഭവമല്ല. പക്ഷെ എങ്കിൽ പോലും താല്പര്യം എക്സ്പീരിയൻസ് കിട്ടണം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വെക്കുന്ന സമയത്തുള്ളവർക്കൊക്കെ പങ്കെടുക്കാം. ഗൾഫിലുള്ളവർ അല്ലെങ്കിൽ വിദേശത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളവർ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് അറിയിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ സമയത്ത് നടക്കുന്ന ഏതെങ്കിലും സെഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അല്ല, കുറെ പേര് ഇങ്ങനെ ഗൾഫിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്കിയിട്ട് നടത്താൻ പറ്റും. തീർച്ചയായിട്ടും നാട്ടിൽ വരുമ്പോഴും ഭയങ്കര തിരക്കാണ്, അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. തീർച്ചയായിട്ടും പറ്റും. കാരണം ഇപ്പം തന്നെ നോക്കൂ, നമ്മളിപ്പോൾ കഴിഞ്ഞ ടീമിൻ്റെ കോൺവെക്കേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഗൾഫിലുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോൺവെക്കേഷൻ ജൂണിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗൾഫിലുള്ള ഒരു ടീമുണ്ടെങ്കിൽ
നമുക്കൊരു പുതിയ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സെഷൻ വെക്കാം, കുഴപ്പമില്ല. ഗൾഫിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ബഹ്റൈൻ, ഖത്തർ, UAE ഈ 3 രാജ്യങ്ങളിലുള്ളവർക്ക് അവിടെ തന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഖത്തറിലുള്ളവർക്ക് എന്തായാലും കിട്ടും. കാരണം ഖത്തറിലൊരു ടീം ഓൾറെഡി ഫോം ആയി കഴിഞ്ഞു. ഒരു 15 നമ്പേഴ്സ് അവിടെ ഓൾറെഡി നമ്മൾ PGDCBക്ക് ജോയിൻ ചെയ്ത കാരണം അവിടെ കിട്ടും. അപ്പോൾ ഖത്തറിലുള്ളവർക്ക് അവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കി ഓൺലൈനായിട്ട് ലിങ്ക് കിട്ടുന്നാലും അതിൽ കിട്ടൂല. ഇല്ല, ഓൺലൈനിലായിട്ട് നിങ്ങൾ 1-on-1 ആയിട്ട് ഇരുന്നിട്ടേ ഒരു പെയറായിട്ട് ഇരുന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കൗൺസിലിംഗ്. അവിടെ നിങ്ങളുടെ ഡൗട്ടുകൾ ഞാൻ അടുത്തിരുന്നിട്ട് ക്ലിയർ ചെയ്യുകയാണ്. ഞാനുണ്ട് അതിൽ. പിന്നെ PG ഡിപ്ലോമയ്ക്ക് എൻ്റെ 2-3 ഫാക്കൽറ്റി, ഡോക്ടർ ടിറ്റോ ചെറിയാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അതേപോലെ തന്നെ സിതാര വിജയൻ എന്ന് പറയുന്ന, ഞങ്ങൾ 3 പേരാണ് മെയിൻ പിന്നെ ഫാക്കൽറ്റീസ്. ഞാൻ ഈ മാസം ലാസ്റ്റ് ദുബായിക്ക് പോകണം നിൽക്കുക. അപ്പൊ പിന്നെ ബ്രേക്കായി പോവില്ലേ? നിങ്ങൾക്ക് ബ്രേക്ക് ആവുന്നൊക്കെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, സമയം ഇതിനു വേണ്ടി 168 മണിക്കൂറിൽ 1.5 മണിക്കൂർ വെക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ചേരരുത് എന്നേ ഞാൻ പറയുള്ളൂ. ചേരണം എന്നൊരിക്കലും പറയില്ല. അത്ര സമയം പോലും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയാലും കിട്ടണം എന്നാണ് പറഞ്ഞത്. കിട്ടും. ഓൺലൈനിൽ ഏത് സമയത്ത് കാണാമല്ലോ നമുക്ക്. കാരണം റെക്കോർഡ് ചെയ്ത വീഡിയോസ് അല്ലേ. ലൈവ് ആകുമ്പോഴാണ് അതിനൊരു പ്രശ്നമുണ്ട്. പക്ഷെ ലൈവിൽ പോലും ഇപ്പോൾ നമ്മൾ PG ഡിപ്ലോമക്കൊക്കെ ചെയ്യുന്നത് ലൈവ് ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്കിത് കിട്ടും. ഇത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ഈ വീഡിയോ എത്തിക്കഴിഞ്ഞു. അതേപോലെ ലൈവ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഇത് ചെയ്യും. ഇത് ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ എക്സാമും അങ്ങനെ ഉണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഇഗ്നെറ്റ് നമുക്കൊരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെയാണ് തരുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്കിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൽ ഇങ്ങനെ ഒരു QR കോഡ് നിങ്ങൾക്ക് കാണാം. അതിൽ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇസ്ലാമിക് സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എന്നുള്ള പിന്നെ ഇത് നിങ്ങൾക്കിത് സ്കാൻ ചെയ്താൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് കംപ്ലീഷൻ, നോട്ട് ജസ്റ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ക്ലിയർ സർട്ടിഫിക്കറ്റ്, ഗവൺമെൻറ് തന്നെ ഡയറക്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. പ്രാക്ടിക്കൽ ക്ലാസ് എത്ര ദിവസമാണ്? ഒറ്റ ദിവസം, ഫുൾ ഡേ. ഈ സർട്ടിഫിക്കറ്റ് എക്സാം എഴുതിയവർക്ക് മാത്രമാണ്? തീർച്ചയായിട്ടും. ഗൂഗിൾ പേ ചെയ്തത് ആണോ? എന്താ പറഞ്ഞേ? പ്രാക്ടിക്കൽ ഫുൾ ഡേ എന്ന് പറയുമ്പോൾ 9 to 5 ദൂരേന്ന് വരുന്നവർക്ക്. ദൂരേന്ന് വരുന്നവർ ചിലർ ദൂരന്ന് ഉള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് റൂം എടുത്ത് നിൽക്കാറുണ്ട് തലേ ദിവസം. എന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് പിറ്റേന്ന് വൈകുന്നേരം പോവുകയോ അങ്ങനെ പിറ്റേ ദിവസം റൂം എടുത്തിട്ട് നിന്നിട്ട് രാവിലെ പോവുക, അങ്ങനെയൊക്കെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യാറുണ്ട്. ദൂരെന്ന് പറഞ്ഞാൽ എവിടെ സ്ഥലം? കൊച്ചി. അപ്പോൾ ദൂരെന്ന് പറയുന്നത് ഞാൻ തമാശ പറഞ്ഞാണ്. കൊച്ചിയിലുള്ളവരൊക്കെ വരാറുണ്ട്. കൊച്ചിയിൽ ഇപ്രാവശ്യത്തെ പിന്നെ PG ഡിപ്ലോമയിൽ 3 പേരുണ്ടായിരുന്നു. ഫൗസിയ, ബാദിറ, ഹസീന, 3 പേരും. അവർ 3 പേരും പ്രാക്ടിക്കലിനും വന്നിട്ടുണ്ട്. പിന്നെ അത് എക്സാമിനായിട്ട് ഇവിടെ പൊന്നാനിൽ വന്നിട്ടുണ്ട്. കൊച്ചിയിൽ ടൈമിങ് സെയിം ടൈമിങ് തന്നെയാണ്. 9:30 മീൻസ് ലൈക്ക് 10 o'clock, 10 to 4 എന്ന് വെക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് സൗകര്യം, ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ലേഡീസ് വരുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ ഒരു ടീച്ചർ ഒരു PG നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള സംവിധാനങ്ങൾ അങ്ങനെ പൊന്നാനിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഗസ്റ്റാണ്. കോട്ടയം അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താമസ സൗകര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും അറേഞ്ച് ചെയ്യാനൊക്കെ ഞാനും എൻ്റെ സ്റ്റാഫ്, എനിക്ക് 3 സ്റ്റാഫുണ്ട് ഇവിടെ, നാജിയ, അറഫ, നഫീസ, അവരുടെ ഹെൽപ്പ് ഉണ്ടാകും. പേയ്മെന്റ് ചെയ്തത് സ്ക്രീൻഷോട്ട് ഫ്രീ കോഴ്സിന്റെ ഗ്രൂപ്പിലാണ് ഇട്ടത്. കുഴപ്പമില്ല, ഞാനത് ഇത് ചെയ്യും. നിങ്ങളെ ഈ സ്ഥാപനത്തിൽ ഈ ഒരു കോഴ്സിന് ശേഷം നമുക്കിത് ഫർദർ ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും കോഴ്സുകളുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് മാത്രമാണോ? എങ്ങനെയാണ്? 3 കോഴ്സസ് ആണുള്ളത്. നജീറ ഒരല്പം ലേറ്റ് ആയിട്ടാവും അല്ലേ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക?
യെസ്. അപ്പോൾ നിങ്ങൾ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ കാണാൻ പറ്റും. എന്നാലും ഞാൻ ചോദിച്ചത് കൊണ്ട് പറയാം. 3 കോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, ഇസ്ലാമിക് സൈക്കോളജി 2 ഉണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ബേസിക്സും പ്ലസ് ഒരു അഡ്വാൻസ്ഡ് ലെവൽ, ഒരു റിസർച്ച് ലെവലിലുള്ള ഒരു കോഴ്സാണത്. അത് 3 months തന്നെയാണ്. പിന്നെ LDD, ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ്, 6 മാസത്തെ കോഴ്സ്. അങ്ങനെ 3 കോഴ്സുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പ്രാക്ടിക്കൽ സെഷൻ മാംഗ്ലൂരിന് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. കേട്ടില്ല, എന്താ പറഞ്ഞേ? പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിന് മാംഗ്ലൂരിന് വരുമ്പോ കുറെ ദൂരമുണ്ട്. ഞാനതാ പറഞ്ഞത്. മാംഗ്ലൂരിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഹസീൻ. അവർ എക്സാം എഴുതിയിട്ടില്ല, അവർ പ്രാക്ടിക്കലിനൊക്കെ വന്നു. മാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ക്ലയൻറ്റ്. അപ്പോൾ അവർ തലേ ദിവസം വന്നിട്ട് ഇവിടെ റൂം എടുക്കുക ചെയ്തത്. എന്താ ഒരു പേര്? സജീന ബീവി. മാംഗ്ലൂരിൽ നിന്നൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു നമുക്ക്. തലേന്ന് വരികയും ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിങ്ങൾ പൊന്നാനിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഗസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തുതരും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ സ്റ്റാഫും ഉണ്ടാവും. യെസ്, നമ്മളൊരു ഫാമിലി അല്ലേ ഇനി. ഹലോ സർ, ഒരു ഡൗട്ട് കൂടിയുണ്ട്. ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. എന്റെ ഒരു ഫ്രണ്ട്, 1-2 ഫ്രണ്ട്സ് ഇതുപോലെ കോഴ്സ് കഴിഞ്ഞ് PGDCP ചെയ്തിട്ടുണ്ട്. അപ്പോ അവര് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അന്ന് പറഞ്ഞവരുടെ ഇതില് ഡെസിഗ്നേഷൻ PGDCP എന്ന് അങ്ങനെ എന്താ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഓർക്കുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞാലും നമുക്ക് MSc ഉണ്ടെങ്കിലാണല്ലോ ക്ലിനിക്കലി ഇതുപോലെ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവര് ഇതങ്ങനെ ചെയ്തത് എന്തായിരിക്കാം ഞാനിങ്ങനെ ഓർത്തു. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. അവരുടെ പേര് ഞാൻ പെട്ടെന്ന് കണ്ട് ഓർക്കുന്നില്ല. ഓക്കെ, അവർ ഓൾറെഡി ഡോക്ടേഴ്സാണ്. ഓക്കെ, ഇപ്പം നിലവിലുള്ള ബാച്ചിൽ ഒരു ഡോക്ടർ മുഫീദ് ഉണ്ട്. ഞാനെന്താ പേര് മറന്നുപോയി. ഓക്കെ, പേരിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ അവർ ഓൾറെഡി ഡോക്ടേഴ്സാണ്. അവരുടെ ക്ലിനിക്കിൽ അവർക്ക് കൗൺസിലിംഗ് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സങ്ങളുമില്ല. മനസ്സിലായ? നിങ്ങൾ ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ PGDCP കഴിഞ്ഞ ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇരുന്ന് കൗൺസിലിംഗ് ചെയ്യാം. അവർക്ക് ക്ലിനിക്ക് ഇടാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ഡോക്ടറുടെ ക്ലിനിക്ക് പിന്നെ ഡോക്ടറുടേതായിട്ടുള്ള ക്ലിനിക്കാണ്. അപ്പോൾ അവർക്ക് അവിടെ ഇരുന്നിട്ട് കൗൺസിലിംഗ് ചെയ്യാൻ നോ പ്രോബ്ലം, കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. MSc വേണം നിർബന്ധമില്ല. ഇല്ല, നിർബന്ധമില്ല. ഇത് കൗൺസിലിംഗ് ചെയ്യുന്നതിന് തടസ്സമില്ല, ക്ലിനിക്ക് ഇടുന്നതിനേ തടസ്സമുള്ളൂ. അവരുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത് കൗൺസിലിങ്ങിൻ്റെ ക്ലിനിക്ക് അല്ലല്ലോ. അവരുടെ ഹോമിയോ ഡോക്ടർ ദിൽറുബ ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നത്? എവിടെയാണ് സ്ഥലം? എറണാകുളം. അപ്പോൾ ഈ വ്യക്തിനെ ഇവർ നിലമ്പൂരുകാരി ആരോ ആണ്, പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ഞാൻ ക്ലിനിക്ക് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു തടസ്സമില്ല. ഒരു PGDCP ചെയ്യുന്നതുകൊണ്ട് ഒരു PGDCP സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ക്ലിനിക്കിൽ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. നമുക്ക് അക്യുപഞ്ചറിസ്റ്റിനും ഇത് പോസിബിൾ ആണ്, അക്യുപഞ്ചർ ക്ലിനിക്കിൽ. അക്യുപഞ്ചറിസ്റ്റിന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ക്ലിനിക്കിൻ്റെ മേലെ കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബോർഡ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കണം, ഓർ PhD ഉണ്ടായിരിക്കണം, മസ്റ്റാണ്. അപ്പം അക്യുപങ്ക്ചറിൻ്റെ ക്ലിനിക്കിൽ നിങ്ങളുടെ അക്യുപങ്ക്ചർ പിന്നെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ വരുന്ന ഒരു ക്ലയൻറ്റിനെ കൗൺസിലിംഗ് ചെയ്യാം. ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, നിങ്ങൾ വേറെ ആരുമല്ല നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഗൾഫിൽ ഇത് പഠിച്ചിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസുകൾ അവർ പിന്നെ നോർക്കയിലും എംബസിയിലും അറ്റസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എംബസി ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ വെറുതെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുമോ? ഒരു രാജ്യത്തിൻ്റെ എംബസി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നു, നോർക്ക് അറ്റസ്റ്റ് ചെയ്യുന്നു. സാറേ, ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ കോഴ്സ് 3 മാസത്തിനുള്ളിൽ കഴിഞ്ഞു. ഇനി ഒരു 6 മാസം കഴിഞ്ഞ ശേഷം എക്സാമിന് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യാം. എക്സാം ഒരു ഒറ്റ ടൈം നടക്കുകയാണോ? എല്ലാ എക്സാം കൂടി ഒരു ദിവസം നടക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും എടുക്കാൻ പറ്റുന്ന ഒരു ചോയ്സ് ആണോ എക്സാം? അതെ, അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ചെയ്യാം, ഓൺലൈനിലല്ലേ, അത് നമുക്ക് പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യാം. പണ്ട് ഒറ്റ ബാച്ച് വൈസായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല.
ഓക്കെ, എന്തായാലും ഞാൻ നാട്ടിൽ വരുമ്പോൾ സാറിനെ നേരിൽ കണ്ടോളാം. തീർച്ചയായും. എവിടെ സ്ഥലം കബീർ ഭായ്? ഞാൻ ചാവക്കാടാണ്. ആ, അടുത്ത് തന്നെ, നമ്മൾ അധികം ദൂരമൊന്നുമില്ല. അടുത്തന്നെ. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. സർ, യെസ്. ഇഗ്നോ അപ്പം PG സ്റ്റോപ്പ് ചെയ്തല്ലോ ഈ കോഴ്സുകൾ സൈക്കോളജിയുടെ. അപ്പൊ ഇതിന്റെ PG ഡിപ്ലോമയും ഓൺലൈൻ ചെയ്യുന്നതിൽ എങ്ങനെ വാല്യൂ? ഇഗ്നോ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കോഴ്സുകളാണ് ഗവൺമെൻറ് ഇടപെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി. ഇഗ്നറ്റ് ഈസ് നോട്ട് എൻ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഒരു പക്ഷേ കുറച്ച് വൈകി ജോയിൻ ചെയ്തതാണോ നിങ്ങൾ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഗ്നറ്റ് യൂണിവേഴ്സിറ്റി അല്ല. അതങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ പേരിൽ ഏകദേശ സാമ്യത ഉള്ളത് കൊണ്ട് ഞാൻ ഇഗ്നറ്റ് എന്ന് പറയും, അന്വേഷണത്തിന് വിളിക്കുന്ന ഇഗ്നോ അല്ല എനിക്കറിയാമെന്ന് പറയും. ഇപ്പം നമ്മൾ ഞാൻ ചോദിച്ചതല്ല, നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഓക്കെ ആണോ എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇഗ്നോയുടെ പിന്നെ സൈക്കോളജി ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞു ഏതാണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഒരു ഈ PG ഓൺലൈൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കൗൺസില് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നതിൽ തടസ്സമുണ്ടോ എന്നാ ചോദിച്ചു. വർക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു PG-കാരൻ്റെ അണ്ടറിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വർക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല. ഒരു ക്ലിനിക്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമേ തടസ്സമുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് പിന്നെ ഇങ്ങനെ ഒരു കോഴ്സ് നടത്തിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ഇത് ദിശയുടെ ഒരു കോഴ്സോ ദിശയുടെ ഒരു ഞങ്ങൾ ഫാക്കൽറ്റീസ് എന്നുള്ള രീതിയിലാണ്. എക്സാം നടത്തുന്നത് ഇഗ്നറ്റാണ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇഗ്നറ്റാണ്. അപ്പോൾ അവരത് വെറുതെ ചെയ്യില്ലല്ലോ. എങ്ങനെ അടുത്ത ക്ലാസ് നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ നാളെ തുടങ്ങല്ലേ ഇസ്ലാമിക് സൈക്കോളജിൻ്റെ ഫസ്റ്റ് ക്ലാസ് നാളെ അല്ല, ഇതിൻ്റെ റെക്കോർഡിങ് ഞാനിപ്പോൾ ഒരു 10 minutes ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്ന് ഫസ്റ്റ് ഭാഗങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഇതിന്റെ ഒന്നുകൂടി പറഞ്ഞ 2 പേരും സംസാരിച്ചുകൊണ്ട് മനസ്സിലായില്ല. ഇതിന്റെ ആപ്പ് സൗദിയിൽ അവൈലബിൾ അല്ലാന്ന് മെസ്സേജ് വന്നുണ്ട്. സൗദിക്കാർക്ക് കിട്ടില്ല ഇതിന്റെ ആപ്പ്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി പരിഹരിക്കാം കേട്ടോ. ക്ലാസ് ഒന്നും നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവില്ല. അതൊക്കെ ഞാൻ നോക്കാം നമുക്ക്. ഹലോ സാറേ, ഇതിൽ നിന്നിപ്പോൾ മനസ്സിലായൊരു കാര്യം, ഇപ്പൊ നമുക്ക് ക്ലിനിക്കലി ഉള്ള കൗൺസിലിംഗ് നമുക്കിതിൽ നടക്കൂല. ഇതിപ്പം ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ PG പഠിച്ചിട്ട് ഇപ്പൊ സൈക്കോളജി എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ ഇപ്പൊ ദിശ ഈ കോഴ്സ് നടത്തുന്നത്. ഇപ്പൊ ഹൗസ് വൈഫുമാർ അങ്ങനെയുള്ള, ഇപ്പൊ ഞാനിപ്പോ TTC കഴിഞ്ഞതാണ്, ഞാൻ ഒമാനിലാണ്. അപ്പൊ എനിക്ക് ഇതിനോടൊരു താല്പര്യമുണ്ട്, കൗൺസിലിങ്ങിനോട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പം ഇതിപ്പം ഫസ്റ്റ് എനിക്ക് എന്റെ പേഴ്സണലി എനിക്കിത് ഓക്കെയാണ്. എനിക്ക് കുറച്ച് സ്കിൽസ് കിട്ടും. ഇസ്ലാമികമായി നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്കിത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, നമുക്കിത് താല്പര്യം ഉള്ളത് കൊണ്ട്. അതിനേക്കാൾ ഉപരി ഇതിൽ വേറെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇസ്ലാമിക് സൈക്കോളജിയിലാണോ ഉദ്ദേശിച്ചത്? അതെ. ഇപ്പൊ ഈ കോഴ്സ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ നേടുന്നതോടുകൂടെ എനിക്ക് പേഴ്സണലി എനിക്ക് അത് ഗുണാണ്. എന്റെ മക്കളിലും കുടുംബത്തിലും ഉപയോഗിക്കാം, എന്റെ ഫ്രണ്ട് സർക്കിളും എനിക്ക് അത് ഉപയോഗിക്കാം. എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ നമുക്കിപ്പം ക്ലിനിക്കലി ഇപ്പൊ ഏതായാലും അത് പറ്റില്ല, കാരണം PG ഇല്ലാത്തത് കൊണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ സൗദിയിൽ നമുക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ബാച്ചിൽ. ഓക്കെ, അപ്പോൾ അവർ ഇസ്ലാമിലേക്ക് വന്ന പ്രസീത. അപ്പോൾ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ്, സൗദിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ലിവിങ് വലൈക്കും സലാം ജമാൽ സാഹിബ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജോലിയിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ടായി, സ്ഥാനക്കയറ്റം കിട്ടിയെന്നൊക്കെ അവർ പറയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ പിന്നെ പല പ്രൈവറ്റ് സ്കൂളുകളിൽ, ഇസ്ലാമിക് പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി കിട്ടുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്.
അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ മാത്രമാണ് ഇതുകൊണ്ട് ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PGDCP കൊടുത്ത് പിന്നെ ഇസ്ലാമിക് സൈക്കോളജി കൊടുത്ത് ഓക്കെ, ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ഇപ്പോൾ ഒരു ഡിപ്ലോമക്കാരെ വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇത് പരിഗണിക്കും. കാരണം ഒരു എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് കൂടി കൂടുതലുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അത് ഗുണം ചെയ്യും. അതർവൈസ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണലി നമ്മളെ സറൗണ്ടിങ്സിൽ നിൽക്കുന്നവരിനെ ഇത് സ്ട്രെങ്തൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഗുണം. ഓക്കെ ഇപ്പൊ കുറെ ക്ലിയർ ആയി. പിന്നെ നമ്മുടെ താല്പര്യം പോലെ ഇരിക്കും. അതാണ് നമ്മൾ ഇങ്ങ് ഇറങ്ങി തിരിച്ചാൽ എല്ലാം നടക്കുന്നേ. അതാണ് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം. നമ്മളെ ചുറ്റിലിപ്പോ ക്ലിനിക്കലി കൗൺസിലിംഗ് ചെയ്യണം എന്നില്ലല്ലോ. നമ്മളെ ചുറ്റിലും ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ടാവും. നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ അവരോട് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ ഇത് അതിന് ഉപകാരപ്പെടും എന്നുള്ളതാണ് മനസ്സിലായത്. അതെ, തീർച്ചയായിട്ടും. അതെ, അതെ. എന്നെ ആഡ് ചെയ്തത് പേര് മാറിയിട്ടാണോ സംശയം. ഏതിൽ ആഡ് ചെയ്തതാ? ഗ്രൂപ്പില്. എന്താണ് ശരിക്കുള്ള പേരെന്തായിരുന്നു? നിങ്ങളുടെ ശരിക്കുള്ള പേരെന്താ? എന്തായാലും നിങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലാസ്റ്റ് മെസ്സേജ്. അല്ല, എന്നാലും ഇപ്പൊ ഒന്ന് പറഞ്ഞോ. എന്താ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്? എന്ത് പേരിലാ നിങ്ങൾ ആഡ് ചെയ്തിക്കണോന്ന് എനിക്കറിയില്ല. അതിൽ ഞാൻ കണ്ടില്ല, എന്റെ ലിസ്റ്റിൽ എന്റെ പേരില്ല. മെഹറുന്നിസ എന്നാണ്. മെഹറുന്നിസ. ഞാൻ എന്തായാലും ഓക്കെ, മെഹറുന്നിസ നോക്കാം. ഇതിലിപ്പോൾ 10-120 പേരുള്ള കാരണം ഇതിൽ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാനതൊന്ന് നോക്കാം. കുറേ പേരെ ആഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. കാരണം ഇന്നലെ രാത്രി മുതൽ വളരെ കുറച്ച് പേരെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് രാവിലെ മുതൽ ഞാൻ 16-ാം തീയതി പേ ചെയ്തായിരുന്നു. ആണല്ലേ? മെഹറുന്നിസ. ഓക്കെ, എന്തായിരുന്നാലും സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടല്ലോ അല്ലേ? രണ്ടാമത്തെ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെയ്യും കേട്ടോ. മെഹറുന്നിസ എന്ന് മാത്രമല്ലേ ഉള്ളൂ? മുൻപും ശേഷം ഒന്നും വേറെ പേരില്ലല്ലോ? ഇനീഷ്യൽ ഉണ്ടാവും ചിലപ്പോൾ. ആയിക്കോട്ടെ, ഞാൻ നോക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലും ചോദിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ്. ബിക്കോസ് നമ്മളാകെ അരമണിക്കൂർ പറഞ്ഞിട്ട് ഇപ്പോൾ 1.25 മണിക്കൂറായിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. ഇനി ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്തോളൂ. നമ്മളെന്തായാലും ഇന്ന് 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേലെ നിൽക്കില്ല, നമ്മളിത് ക്ലോസ് ചെയ്യും, അഡ്മിഷൻ ക്ലോസ് ചെയ്യും. പിന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ദിശൻ്റെ നമ്മൾ ഇവിടുത്തെ മൊത്തം സ്റ്റാഫിൻ്റെയും ഒക്കെ ഒരു എന്താ പറയുക വഴി എന്ന് പറയുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ്സും പറയണം, പോസിറ്റീവ്സും സ്വാഭാവികമായിട്ടും പറയണം. ഗ്രൂപ്പിൽ എന്തും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതൊരു അഡ്മിൻ ഓൺലി ഗ്രൂപ്പല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ അയക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ കേട്ടുമുട്ടാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.